സസ്പെൻസുമായി അടുത്ത അലാം വന്നിരിക്കുകയാണ്. അലാം അടുപ്പിച്ചിരിക്കുന്നത് നമ്മുടെ റോഷിപാലാണ്. റോഷിപാൽ അലാം അടുപ്പിച്ച സ്ഥിതിക്ക് എന്താണ് ആ വാർത്തയെന്ന് നമുക്കൊന്ന് നോക്കി വരാം. തിരുവനന്തപുരത്ത് നിന്നുള്ള ബ്രേക്കിംഗ്. KPCC നേതൃമാറ്റം ഉറപ്പിച്ച് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഉടൻ മാറ്റും. ആന്റോ ആന്റണി എത്തിയേക്കും. ബെന്നി ബെഹനാനും പരിഗണനയിലുണ്ട്. UDF-ലും അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. കൺവീനർ സ്ഥാനത്ത് നിന്ന് MM ഹസനെയും മാറ്റുമെന്നാണ് സൂചന. പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണി ലക്ഷ്യമിട്ടാണ് ഹൈക്കമാൻഡിന്റെ നീക്കം എന്നുള്ളതാണ് ആ അലാം അടിച്ചുകൊണ്ട് റോഷിപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. KPCCയെ നയിക്കാൻ ആന്റോ ആന്റണി അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ പേരുറപ്പിച്ചോ? സുജയ പാർവതി, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. സംസ്ഥാനത്ത് പല വ്യത്യസ്തമായ പദ്ധതികൾ പാർട്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഹൈക്കമാൻഡ് പ്രതിനിധി AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി സംസ്ഥാനത്ത് പ്രതിമാസം 15 ദിവസമാണ് ക്യാമ്പ് ചെയ്യുന്നത്. വിവിധ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ യോഗങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്താണ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നത്. ഹൈക്കമാൻഡ് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് നേതൃമാറ്റം നടപ്പിലാക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നത്. നേരത്തെ തന്നെ അങ്ങനെ ആലോചന നടന്നിരുന്നു. പക്ഷേ കൃത്യമായി അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പല കോണുകളിൽ നിന്നും KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുന്നതിൽ എതിർപ്പ് ശക്തമായ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ള നീക്കം താൽക്കാലികമായി ഉപേക്ഷിച്ചത്. പക്ഷേ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിൽ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഉടൻ തന്നെ KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അഹമ്മദാബാദിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന് പിന്നാലെ തന്നെ മാറ്റമുണ്ടാകുമെന്ന സൂചനയാണ്. ഈ കാര്യം KPCC അധ്യക്ഷന് ഒരു സൂചനയായി തന്നെ നൽകിയിട്ടുണ്ട്. കെ സുധാകരനെ മാറ്റി പകരം ആന്റോ ആന്റണിയെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. അതല്ലെങ്കിൽ ബെന്നി ബെഹനാൻ, ഈ രണ്ടുപേർക്കാണ് സാധ്യത. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല നേതാക്കളും, അടൂർ പ്രകാശ് അടക്കമുള്ള പല നേതാക്കളെയും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്തിമമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് എന്ന വിവരമാണ്. ഏതായാലും നേതാക്കൾ ഒന്നാകെ അഹമ്മദാബാദിലുണ്ട്. അവർ തമ്മിലൊരു കൂടിയാലോചന, അന്തിമ കൂടിയാലോചന നടക്കും. കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവാണ് ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും വലിയ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. ഇപ്പോൾ KPCC നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മിഷൻ 2025 എന്ന പദ്ധതി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്നുണ്ട്. എന്നാൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിലൊക്കെ കൃത്യമായ ശ്രദ്ധയോടെ കഴിഞ്ഞ തവണത്തേതുപോലെ ആകരുത് എന്ന ഒരു തീരുമാനമാണ്. കാരണം കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷയായിരുന്നു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് LDF രണ്ടാമത് അധികാരത്തിൽ വരുന്നത്, തുടർ ഭരണം LDF പിടിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ തവണ ഹൈക്കമാൻഡ് നേരിട്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്നത്. ദീപദാസ് മുൻഷിക്കൊപ്പം AICC സെക്രട്ടറിമാർ കൂടി സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേരളത്തിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ കോർ കമ്മിറ്റിയും ഉണ്ടാകും. 11 അംഗ കോർ കമ്മിറ്റിയാണ്. അതിൽ മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഉണ്ടാകും. അതിനൊപ്പം പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 11 അംഗ കോർ കമ്മിറ്റി. ഈ കോർ കമ്മിറ്റിക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ ഉണ്ടാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലടക്കം പ്രധാന പങ്ക് ഈ കോർ കമ്മിറ്റിക്കായിരിക്കും. ഏതായാലും സംസ്ഥാന കോൺഗ്രസിൽ അടിമുടി ഒരു മാറ്റം തന്നെയാണ് നേതൃത്വം ലക്ഷ്യമിടുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. സുജയ, റോഷിപാൽ, അഹമ്മദാബാദിൽ പാർട്ടിയുടെ നിർണായക യോഗം ചേരുമ്പോഴാണ് ഈ വിവരങ്ങൾ കൂടി വരുന്നത്. എല്ലായിടങ്ങളിലും കൃത്യമായി ഒരു പാളിച്ച പോലും ഇല്ലാത്ത ക്രമീകരണങ്ങൾ വേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല. ഇത്തവണ ഇല്ലെങ്കിൽ വലിയ തിരിച്ചടിയിലേക്ക് പോകും എന്നുള്ളത് ലീഗ് അടക്കം കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിൻ്റെതായ ഒരു ടെൻഷൻ നേതാക്കൾക്കിടയിലും കാണാൻ സാധിക്കുമല്ലോ. പ്രത്യേകിച്ചും വെല്ലുവിളി എന്ന് പറയുന്നത് ചെറുതല്ല. തുടർഭരണത്തിലേക്ക് പോയി 3-ാം ഊഴം ഉറപ്പിച്ചു എന്ന മട്ടിൽ LDF മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വലിയ വെല്ലുവിളി, തിരിച്ചറിയുന്നുണ്ടോ കോൺഗ്രസ്? സുജയ, ഈ തവണ അധികാരത്തിലെത്താൻ കഴിയും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള മുന്നൊരുക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കാരണം വിവിധ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനൊപ്പം തന്നെ സംഘടന ശക്തമാക്കണം.
അത് രാജ്യത്ത് തന്നെ ഈ വർഷം പാർട്ടിയുടെ പ്രധാനപ്പെട്ട അജണ്ട പാർട്ടി സംഘടന അഴിച്ചുപണി, സംഘടന കൂടുതൽ ശക്തമാക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലും ഇങ്ങനെയൊരു നേതൃമാറ്റം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. കാരണം കേരളത്തെ മാത്രം അങ്ങനെ ഒഴിച്ചു നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാനം കേരളമാണ് ഒടുവിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനം. ഇവിടെയുള്ള നിരവധി ജനകീയ വിഷയങ്ങൾ, ആ ജനകീയ വിഷയങ്ങൾ സജീവമാക്കി സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ലക്ഷ്യവും. ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം. അതിനുവേണ്ടിയാണ് ഒരു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാനുള്ള ആലോചന കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത്. ഏതാണ്ട് ജനുവരി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പലതരത്തിൽ എതിർപ്പ് പല കോണുകളിൽ നിന്നും ഉയർന്നു. കെ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ സുധാകരനെ മാത്രം മാറ്റുന്നതിനോടുള്ള വിയോജിപ്പ് പലരും പ്രകടിപ്പിച്ചു. നേരത്തെ പ്രതിപക്ഷ നേതാവിനെ KPCC അധ്യക്ഷനെ ഒരു പാക്കേജ് എന്ന രൂപത്തിലാണ് അന്ന് നിയമിച്ചത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റണമെന്ന ആവശ്യം കെ സുധാകരന്റെ പക്ഷം ഉയർത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അപ്രായോഗികമാണെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് KPCC അധ്യക്ഷനെ മാറ്റി മുന്നോട്ട് പോവുക. നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചില മാറ്റങ്ങൾ, സാമൂഹ്യമായ ചില മാറ്റങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നേതൃമാറ്റം കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നതും. ഏതായാലും അതിൽ സാമൂഹ്യമായ മാറ്റമെന്ന് പറയുമ്പോൾ ആന്റോ ആന്റണിയെയും ബെന്നി ബെഹനാനെയും പരിഗണിക്കുന്നത് സഭയെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയല്ലേ ഋഷിബാൽ? ഇക്കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് BJP ചില നിർണായക നീക്കങ്ങൾ നടത്തുമ്പോൾ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വോട്ട് ബാങ്കായിരുന്ന ക്രൈസ്തവ മേഖലയുണ്ട്. ആ മേഖലയിൽ വലിയ വിള്ളൽ വരുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ മേഖലയിൽ BJP സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന് നിലനിൽപ്പ് ഭീഷണിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതിയോടെ തന്നെ ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ക്രൈസ്തവ വിഭാഗത്തെ മാത്രം ചേർത്ത് നിർത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നത് എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ആ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നേതൃമാറ്റത്തിലൂടെ തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള ഒരു നേതൃമാറ്റം കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. കാരണം അധികാരത്തിലെത്തണമെങ്കിൽ കൃത്യമായി ഈ മേഖലയിൽ മധ്യ കേരളത്തിലടക്കം വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയണം. ക്രൈസ്തവ സഭയെ ചേർത്ത് നിർത്താൻ അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അഴിച്ചുപണിയിലേക്ക് കടക്കുന്നു. മുൻ KPCC അധ്യക്ഷന്മാർക്കടക്കം ചുമതലകൾ നൽകിക്കൊണ്ടുള്ള വിശാലമായ നീക്കങ്ങൾ. ഇതിന്റെ തുടർ വാർത്തകൾക്കായി വീണ്ടും എത്താം റോഷിബാലിലേക്ക്. താങ്ക് യു റോഷിബാൽ. ബിഗ് ബ്രേക്കുമായാണ് റോഷിബാൽ നമുക്കൊപ്പം എത്തിയത്. കുറേയേറെ